അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വെമ്മർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് ജയ 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 ജയഹയ്ക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്ന വെഡ്ഡിംഗ് എന്റർടൈനർ മൂവിയാണ് ഗുരുവായൂർ അമ്പലനട. ഒരു കല്യാണവും അതിലൂടെ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടറും അതിലെ കൺഫ്യൂഷൻസിനെയും സിറ്റുവേഷൻസിനെയും വളരെയധികം എന്റർടൈനിങ് ആയി കൊണ്ടുപോകാൻ സ്ക്രിപ്റ്റ് റൈറ്ററായ ദീപു പ്രദീപിന് വളരെയധികം ഈസിയായി സാധിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതോടൊപ്പം ആദ്യാവസാനം വളരെയധികം ചിരിച്ചുല്ലസിച്ച് കാണാൻ പാകത്തിൽ സിനിമയെ ഒരുക്കി വെച്ചതിൽ വിപിൻ ദാസ് എന്ന ഡയറക്ടർ വീണ്ടും വിജയിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എനിക്ക് തോന്നിയത് കണ്ണാൻ തുമ്പി പോരാമോ, അഴുകിയ ലൈല എന്നീ രണ്ട് സോങ്ങുകൾ സിനിമയിൽ പ്ലേസ് ചെയ്ത രീതിയും അതിലെ സിറ്റുവേഷൻ മൂലമുണ്ടാകുന്ന കോമഡിയുമായിരുന്നു. പെർഫോമൻസുകൾ കൊണ്ട് ഞെട്ടിക്കാൻ പാകത്തിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ പോലും ആനന്ദനായി വന്ന പൃഥ്വിരാജിന്റെ പെർഫോമൻസ് സ്റ്റാൻഡ് ഔട്ടായി തന്നെ നന്നായി എനിക്ക് തോന്നി. കോമഡി മൂവികൾ തന്റെ സോണൽ എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി എന്നോണം വളരെയധികം നാച്ചുറലും സിമ്പിളുമായി തന്നെ ആ ക്യാരക്ടറിനെ അദ്ദേഹം ക്യാരി ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ആനന്ദന്റെ അളിയൻ വിനുവായി വന്ന ബേസിൽ ജോസഫ് തന്റെ തനതായ രീതിയിൽ വളരെ ഈസിയായി തന്നെ ആ പെർഫോമൻസ് കാഴ്ചവെച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. സിനിമ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ആനന്ദന്റെയും വിനുവിന്റെയും കെമിസ്ട്രി തന്നെയായിരുന്നു. അതാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയതും. ഇവരോടൊപ്പം നിഖില, അനശ്വര, ജഗദീഷ്, ബൈജു, ജോമോൻ, രേഖ, സാഫ് ബോയ്, അഖിൽ, പി കുഞ്ഞികൃഷ്ണൻ എന്നിവർക്കൊപ്പം തന്റെ മലയാളം ഡെബ്യൂട്ടുമായി രോഗി ബാബുവും സിനിമയിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നീരജ് രവിയുടെ സിനിമാറ്റോഗ്രാഫിയും എസ്പെഷ്യലി ജോൺ കുട്ടിയുടെ എഡിറ്റിംഗും സിനിമയുടെ ആസ്വാദനത്തെ മികച്ചതാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചപ്പോൾ അങ്കിത് മേനോൻ ചെയ്ത മ്യൂസിക്കും BGMഉം സിനിമയെ കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ മികച്ചതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന കെയോസും അതിനുശേഷം ഉണ്ടാകുന്ന ട്രിബ്യൂട്ടുമെല്ലാം വളരെയധികം സിനിമയ്ക്ക് ആപ്റ്റായ രീതിയിലാണ് വിപിൻ ദാസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയമായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആകെ മൊത്തത്തിൽ ഫാമിലിയുമായി തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ സാധിക്കുന്ന നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനട. ആരും ഈ മൂവി തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.